ഞാനിപ്പോ ഇന്ന് മലപ്പുറത്തുനിന്ന് വന്നതാണ്. അപ്പോ വന്നപ്പോ നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കന്മാര് നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധപ്പെടുകയുണ്ടായി. അപ്പൊ ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ന് മറ്റ് ലീഗ് നേതാക്കളും ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രദ്ധിക്കുമ്പോൾ വളരെ ബോധപൂർവം ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത്. ഇപ്പോ കേരളത്തിലും മലപ്പുറത്തും ഒക്കെ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ, വിവിധ ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല ഒരു കാലത്ത് പൂർണ്ണമായും ലീഗ് നിയന്ത്രണം ഉണ്ടായിരുന്ന, എല്ലാം ലീഗ് നിയന്ത്രിച്ചു പോന്നിരുന്ന ഒരു ജില്ലയാണ്. എന്നാൽ ഇവിടെയും ന്യൂനപക്ഷ ജനവിഭാഗം, വിശേഷിച്ച് മുസ്ലിം സമുദായം പൊതുവെ മതനിരപേക്ഷമായ ചേരിക്ക് ഒപ്പം കൂടുതലായി നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരുമാണ്. ആ മതനിരപേക്ഷ ചിന്താഗതിയുള്ള ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. നേരത്തെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, ലീഗ്, അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വോട്ട് സമാഹരണം നടത്തുന്ന ഒരു പതിവ് ലീഗ് സ്ഥിരമായി തുടരുന്നുണ്ട്. ഇന്നത്തെ ഒരു നിലയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായി സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ആ സാമൂഹ്യ ജനവിഭാഗങ്ങളിൽ ഗവൺമെന്റിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കാലേ കൂട്ടി തെറ്റായ രൂപത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ഒരു പതിവാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ പ്രതികരണമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ലീഗ് നേതൃത്വം കാണുന്നത്. ഓരോ വിഷയം വരുമ്പോഴും വിഷയങ്ങളെല്ലാം ഒരു വർഗീയ വീക്ഷണത്തോടുകൂടി വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല. മലപ്പുറം എന്ന് പറയുന്നത് വളരെയേറെ സെക്കുലർ പശ്ചാത്തലമുള്ള ഒരു നാടാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തായാലും പിൽക്കാലത്തായാലും നല്ല സെക്കുലർ പശ്ചാത്തലമുള്ള ഒരു നാട് കൂടിയാണിത്. എല്ലാം ലീഗ് തീരുമാനിക്കുന്ന മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമല്ല. ലീഗിന്റെ ഒപ്പം നിന്ന ജനങ്ങൾ വലിയ തോതിൽ ആ പാർട്ടിയിൽ നിന്ന് അകന്നു പോയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വ്യത്യാസവും നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരു എളുപ്പവഴി എന്നുള്ള നിലയ്ക്ക് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഇപ്പോ മുസ്ലിം ലീഗ് നേതൃത്വം ആരംഭിച്ചത് ഇപ്പൊ ഇന്നലെ ഇന്നും കണ്ടപ്പോൾ കുറച്ച് അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. UDFും പൊതുവെ ഈ UDFിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് UDF നേതൃത്വവും ലീഗിന്റെ ഈ തെറ്റായ പ്രവർത്തന ശൈലിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലെ ചില എളുപ്പവഴികൾ കണ്ടെത്താനാകുമെന്ന് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. മുഖ്യമന്ത്രിയുടെ ജനസ്വീകാര്യതയെ ഇല്ലാതാക്കുക എന്നുള്ള ഇതിൽ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹീനമായ തരത്തിൽ CPM-നെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചാരവേലയും ഇവരിപ്പോ നടത്തിവരികയാണ്. ഇത് അത്യന്തം ജനങ്ങൾ നിരാകരിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും യോജിപ്പിന് വേണ്ടിയും സമൂഹത്തിൽ ഹിന്ദുത്വ ശക്തികൾ
കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നടത്തുന്ന പരിശ്രമത്തിന് നേരെയും ഒന്നിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇത്തരം തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങളെ ഇവര് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാർത്ത ഹിന്ദുവിൽ വരുന്നു, അതിനുശേഷം 24 മണിക്കൂറിന് ശേഷമാണ് അതിന്റെ ഒരു വിശദീകരണം വരുന്നത്. അന്ന് രാത്രി വാർത്ത വന്ന അന്ന് രാത്രി എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന CPM-ന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ സഹയാത്രികർ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തടയാതിരുന്നത്? ഇന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പോലും എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. അല്ല, നിങ്ങൾക്കിപ്പോ 12 മണിക്ക് വ്യക്തമാക്കണം, 6 മണിക്ക് വ്യക്തമാക്കണം, അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ പണ്ട് നടന്നത് എന്താണ്, പിന്നെ നടന്നതിൽ പ്രസക്തമല്ല. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ. മുഖ്യമന്ത്രി ഇത് ഓരോ സംബന്ധിച്ചും ഈ സമൂഹത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംശയാതീതമായി വസ്തുതകൾ വിശദീകരിച്ച് കഴിഞ്ഞു. അതിന്റെ മേലാണോ സംശയം? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയ ദൂരീകരണം നടത്താനുള്ള നിങ്ങളുടെ എല്ലാ അവകാശവും ഞാൻ അംഗീകരിച്ചു തരും. ശരിയാണല്ലോ, അത് വളരെ ന്യായമായ കാര്യമാണ്. അപ്പോ നിങ്ങൾ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചു. ഈ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി മുഖ്യമന്ത്രി നല്ല നിലയിൽ തന്നെ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചുള്ള നിലപാടെന്താണ്, വിവിധ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് രണ്ടും രണ്ട് തട്ടായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി പറയുന്നതോട് കൂടി കാര്യങ്ങൾ വ്യക്തമല്ല. മറ്റേത് ഞാൻ കണ്ടില്ല. ഏതാണ് പാർട്ടി വ്യക്തത പറഞ്ഞിട്ട് നമ്മൾ നിശ്ചയിച്ച ഒരാൾ നിങ്ങൾ പറഞ്ഞ ആളാണ്. ആരാ പറഞ്ഞ ആള്? ചാനൽ ചർച്ചയിൽ നിങ്ങൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിട്ട് അയാൾ പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയുന്ന പറയാൻ പറ്റും. നിയോഗിക്കുന്ന ആളുകളാണ് ചാനൽ ചർച്ചയിൽ വരാറുള്ളത്. അത്തരം ആളുകൾ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ഈ മലപ്പുറം ജില്ലയിൽ ഹവാല പണം പിടിക്കുന്നു, സ്വർണം പിടിക്കുന്നു, ഇതെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു, അതിന്റെ തെളിവുകൾ അടുത്ത ദിവസം മുഖ്യമന്ത്രി പുറത്തുവിടുമെന്ന് വരെയാണ് പാർട്ടിയുടെ വക്താക്കളായ ആളുകൾ പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞതില് മുഖ്യമന്ത്രി ഇന്നലെ കാര്യമൊക്കെ വ്യക്തം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും. താമസിക്കാൻ ചിലപ്പോൾ അത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി അദ്ദേഹം പര്യടന പരിപാടി പൊതുയോഗം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിന് മുമ്പ് പറയേണ്ടത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവിടെ സംഭവിച്ചത് മുഖ്യമന്ത്രി അത് വ്യക്താക്കി. വളരെ നല്ല നിലയിൽ മുഖ്യമന്ത്രി വന്നു. എന്താണ് നടന്നത്? അല്ല, അതും പറഞ്ഞല്ലോ. ഒന്ന് ഹിന്ദു, നിങ്ങള് PR ഏജൻസിയാണോ മുഖ്യമന്ത്രിയാണോ? ആ സാങ്കേതികത്വമല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ വന്ന രാഷ്ട്രീയ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യം. ആ വിഷയത്തിൽ എന്ത് വിഷയം? അതിലൊരു വിഷയമില്ല. നിങ്ങൾ പറയില്ലേ അങ്ങനെ? അതിലൊരു വിഷയമില്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.